നമസ്കാരം. ഞാൻ കിളിയൂർ അജിത്ത്. ദേശചരിത്രം എന്ന പങ്ക്തിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് വിളപ്പിൽശാല എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽശാല എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. വിളപ്പിൽ എന്ന പ്രദേശത്ത് വിദ്യാഭ്യാസശാല പ്രവർത്തിച്ചിരുന്ന സ്ഥലം വിളപ്പിൽശാല എന്ന് അറിയപ്പെട്ടു. ആയിരാജാവ് കരുനന്തടക്കൻ്റെ ഭരണകാലത്താണ് ഇവിടെ വിദ്യാഭ്യാസശാല സ്ഥാപിച്ചത്. അക്കാലത്ത് ആയിരാജ്യം പല പ്രവിശ്യകളായി വിഭജിച്ചിരുന്നു. ഇതിൽ രാജ്യത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള തെങ്ങനാട്ടിലാണ് വിളപ്പിൽ പ്രദേശം ഉൾപ്പെട്ടിരുന്നത്. ഓരോ പ്രവിശ്യയും ഓരോ കിഴവന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ചാത്തൻ മുരുകനായിരുന്നു തെങ്ങനാട്ടിൻ്റെ കിഴവൻ. മഹാദേവൻ്റെയും സുബ്രഹ്മണ്യൻ്റെയും ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയുള്ള വിളപ്പിൽശാല ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വിദ്യാഭ്യാസശാല പ്രവർത്തിച്ചിരുന്നത്. ചാത്തൻ മുരുകനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. മഹാദേവനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും കണ്ടൻ ശാസ്താ ക്ഷേത്രം എന്നാണ് പ്രശസ്തി. പഴയകാല വിദ്യാഭ്യാസശാലകൾക്കൊപ്പം വിദ്വൽ സദസ്സുകളും ഛാത്ര സങ്കേതങ്ങളും പ്രവർത്തിച്ചിരുന്നു. വിദ്വൽ സദസ്സുകളെ കോട്ടിലം എന്നും തോൽ എന്നും വിളിച്ചിരുന്നു. വിളപ്പിൽശാലയിലെ കോട്ടിലം പ്രവർത്തിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ കോട്ടാലക്കോണം എന്നാണ് അറിയപ്പെടുന്നത്. വിദ്യാർത്ഥികളെ അക്കാലത്ത് ചട്ടനെന്നും ചാത്രനെന്നും ചാത്തിരനെന്നും വിളിച്ചിരുന്നു. എല്ലാം ഛാത്ര ശബ്ദത്തിൻ്റെ തൽഭവം. വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളിൽ താമസിച്ചാണ് പഠനം നടത്തിയിരുന്നത്. ഇതിനടുത്ത് കരമനയാറ്റിലെ ഒരു കുളിക്കടവ് ഇന്നും ഛാത്രക്കടവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വിളപ്പിൽശാല ഒരു എണ്ണാഴിശാലയായിരുന്നതായി പറയപ്പെടുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ദിവസത്തേക്ക് അനുവദിച്ചിട്ടുള്ള നെല്ലിൻ്റെ അളവിനെ ആധാരമാക്കിയുള്ള പേരാണിത്. അക്കാലത്ത് ഇതിനടുത്തുള്ള ചെറുതേരി മഹാദേവർ ക്ഷേത്രം കേന്ദ്രീകരിച്ചും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി പറയപ്പെടുന്നു. വിളപ്പിൽശാല പ്രദേശത്ത് ബുദ്ധ-ജൈന മത കാലഘട്ടം മുതൽ വിദ്യാഭ്യാസ സങ്കേതങ്ങൾ പ്രവർത്തിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. കൊങ്ങപ്പള്ളിയാണ് ആദ്യത്തെ വിദ്യാഭ്യാസ സങ്കേതം. കാലം ഏറെ പിന്നിടുമ്പോൾ വിദ്യാഭ്യാസ ചരിത്രത്തിൽ വീണ്ടും ഇടം പിടിക്കുകയാണ് വിളപ്പിൽശാല. കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനമായി മാറുകയാണ് ഇന്നിവിടം. മറ്റൊരു ദേശചരിത്രവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.